ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് വ്ളോഗാണ്. ഇപ്പം സമയം ഏകദേശം 6:30 ആകാറായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുഴുവൻ ഓരോരോ യാത്രയിലൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ആകാറായപ്പോഴാണ് വീടെത്തിയത്. വീട്ടിൽ വന്ന് കുളിച്ചു, പിള്ളേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ചുമ്മാ അങ്ങനെ കട്ടിലേക്ക് കയറി ഇരുന്നു കേട്ടോ. ഒന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനൊരു മൂഡ് എനിക്കില്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ മൊത്തം യാത്ര അലച്ചിലൊക്കെ ആയിരുന്നു. ഒരു വാടി ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ചൊന്ന് ഉഷാറൊക്കെ ആയി വന്നപ്പോഴത്തേക്കിനും മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് കേട്ടോ. ഓടിച്ചെന്ന് ചായ ഇടാൻ നോക്കിയപ്പോഴാണ് പഞ്ചസാര ഇല്ലെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ വേഗം തൊട്ട് താഴത്തെ കടയിൽ പോയി പഞ്ചസാരയൊക്കെ മേടിച്ചു വന്നു. താഴെ ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ആശ്വാസമാണ്. എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ ഓടി അങ്ങ് ചെന്നാൽ മതി. അങ്ങനെ പഞ്ചസാരയൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു. വേഗം കട്ടനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായക്ക് കടിയായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. രാവിലെ മേടിച്ച കൂട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ദോശ ചൂടട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് 2 പേർക്കും വേണ്ട, ദോശ വേണ്ടെന്ന് ഒറ്റക്കാലം നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ബിസ്ക്കറ്റ് കൂട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചായയും ബിസ്ക്കറ്റൊക്കെ എടുത്ത് പിള്ളേർക്ക് കൊടുത്തു കേട്ടോ. ഞാൻ പിന്നെ ഇരുന്ന് നടന്നൊക്കെ ആയിട്ട് കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വന്നിട്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. മഴയൊക്കെ മാറി അങ്ങ് ഒരു പ്രത്യേക തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ. പൂക്കളും ചെടികളും മരങ്ങളും എല്ലാം ഇങ്ങനെ മഴത്തുള്ളിയിൽ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നു. പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ മനസ്സിനൊരു ഉന്മേഷമാണ്. നമുക്ക് മൈൻഡ് ഒരു 3/4 ഓക്കെ ആകാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ പ്രകൃതിയും കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പൂക്കളും മഴത്തുള്ളികളും ഒക്കെ ഇങ്ങനെ നോക്കി നടന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഫുള്ള് യാത്രകളൊക്കെ ആയിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്കിനും ആകെപ്പാടെ ടയേർഡായിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി, ഇരുന്നാൽ മതി എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ടത്തേന് കഞ്ഞി വെക്കണം. കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 കൂട്ടം കറി ഉണ്ടാക്കണം. പിന്നെ അത് കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ചപ്പാത്തിയും എന്തെങ്കിലും ഒരു കറി ആക്കാമെന്ന്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നൊക്കെ ഭക്ഷണം കിട്ടിയാലും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് ചോറ് വേണം. അല്ലെങ്കിൽ എനിക്ക് ചോറ് ഒരു ദിവസത്തിൽ കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പം ഒരാഴ്ചയായിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. വിശപ്പൊന്ന് കത്തലടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ പണിയെടുക്കാനുള്ള കുറച്ച് മടി കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ കഞ്ഞിയും കറി ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമല്ലോ. അപ്പം ഇന്ന് ഞാൻ അങ്ങനെ പ്ലാൻ ഇട്ട് ഇന്ന് എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ആക്കാമെന്ന് വിചാരിച്ച്. ചോറ് വയ്ക്കണ്ട, ചോറ് വെച്ച് ഇനി കറി വെക്കണം, അതിന് അരയ്ക്കാൻ പോകണം. അപ്പം ചപ്പാത്തിയിലേക്ക് ആക്കുകയാണെങ്കിൽ ചപ്പാത്തിയും എന്തെങ്കിലും ഒരു കറിയും വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ പരിപ്പിരിപ്പുണ്ട്. അപ്പം പരിപ്പും ചപ്പാത്തിയും ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുക്കറിനകത്തേക്ക് 2-3 വിസിലടുപ്പിച്ചാൽ നമ്മുടെ പരിപ്പ് കൂട്ടാൻ റെഡിയാവും. പിന്നെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കുഴച്ച് പരത്തി നമ്മൾ എടുക്കുകയാണല്ലോ, ഷട പൂക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ആവും. പിന്നെ വീട്ടിലധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിങ്ങനെ പരത്തി ഇരിക്കാനുള്ള സമയം കിട്ടും. ഒത്തിരി ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല മടുപ്പ് പിടിച്ച പണിയാണ് കേട്ടോ. കാരണം എന്തോരം ചുട്ടെടുത്താലാ. അപ്പം ഞാനും ഏട്ടയും പിള്ളേരും ആണല്ലോ ഉള്ളൂ. അവർ പിന്നെ ഒരു 3 ചപ്പാത്തി ഒന്നും കഴിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളെ പിന്നെ ഒരു 3 കഴിക്കത്തുള്ളൂ. അപ്പം അത് കണ്ടിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് വേഗം പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരത്തീൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ മാവിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ച് സമയം എടുത്ത് പരത്തേണ്ടതായിട്ട് വന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്ന് മാവിൻ്റെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ടിങ്ങനെ നമ്മുടെ ആ ചപ്പാത്തിക്കോല് ഒഴുകി നടക്കും കേട്ടോ, ചപ്പാത്തി മാവിൻ്റെ ഒപ്പം. അപ്പം ഇതിപ്പം അങ്ങനെ ഒഴുകി നടക്കുന്നില്ല. പുള്ളിക്ക് അങ്ങോട്ട് പരന്ന് വരാൻ വലിയ പ്രയാസമാണ്. അപ്പം ഞാനിങ്ങനെ ചപ്പാത്തി കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി ഒരു തരത്ത് റൗണ്ടാക്കി കുറേ എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്കിത് ചുട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ദോശപ്പാൻ അടുപ്പേ വെച്ചു. എൻ്റെ ദോശക്കല്ലിപ്പോൾ ഒരുമാതിരി വിട്ടൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമായിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആണ് സംഭവം. എന്നാലും ഞാൻ അതിനകത്ത് ദോശ ചുടും, മീൻ വറക്കും, പിന്നെന്താ മെഴുക്കുരട്ടി ഉണ്ടാക്കും. അങ്ങനെ എല്ലാ സാധനങ്ങളും ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇങ്ങനെ ദോശക്കല്ലിന് ഇങ്ങനെ നമ്മൾ ദോശമാവ് ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഒരു ദോശക്കല്ലൂടെ വാങ്ങാനൊരു പ്ലാൻ ഉണ്ട്. തൽക്കാലം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ചപ്പാത്തി ചുട്ടെടുത്തു. പിന്നെ പടക്കുന്ന 2-3 ചുട്ടെടുത്ത്. ഞാൻ പറഞ്ഞില്ല, ആ മാവ് അങ്ങോട്ട് ഒഴുകി നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാപ്പ് പോലത്തെ ചപ്പാത്തികളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ക്യാമറയിൽ കുറച്ച് ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം വൃത്തിയുള്ള കോലങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ ചപ്പാത്തി നമ്മുടെ ദോശപ്പാനയിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നു. ആ ഒപ്പം തന്നെ നമുക്ക് പരിപ്പ് കൂട്ടാനും കൂടെ പെട്ടെന്ന് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പെടുത്തിട്ട്
നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് കുക്കറിലാക്കി ഇതാ വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 4 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും പരിപ്പ് നന്നായിട്ട് വെന്ത് പൊട്ടി വരും കേട്ടോ. പരിപ്പെന്നല്ല, ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും നന്നായിട്ട് വെന്ത് പൊട്ടണം. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. ഇത് പരിപ്പ് മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ 2-3 വിസിലടുപ്പിച്ചിട്ട് പരിപ്പ് എടുത്ത് മാറ്റിച്ചു. അപ്പോഴത്തേക്കിനും നമ്മുടെ ചപ്പാത്തി പടപടാതെ ചുട്ടെടുത്തിട്ടുണ്ട്. ചപ്പാത്തി ചൂടാൻ പിന്നെ അധികം സമയം വേണ്ടല്ലോ, അങ്ങ് ഇടുക, കുഴച്ച് വരുമ്പോഴത്തേക്കിനും മാറ്റുക. അപ്പോഴത്തേക്കിനും ഏട്ട ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടയ്ക്ക് കുളിക്കാൻ ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആയിട്ട് കാലിന് വേനയും അവിടെ വേനയും ഇവിടെ വേനയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളം വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് പരിപ്പ് കറി താളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ചട്ടി അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു, നമ്മുടെ ഉള്ളിയും വേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചു. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു പരിപ്പ് കൂട്ടാൻ വെച്ചതിന്, കഴിഞ്ഞ ദിവസമാണോ അത് ഞാൻ വീഡിയോ ഇട്ടോ. അപ്പം പരിപ്പ് കൂട്ടാൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് മസാല ഇട്ടുള്ളതാണ് കേട്ടോ, തേങ്ങ അരച്ചുള്ളതല്ല. മസാല ഇട്ടാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു സുഖം കിട്ടും. അങ്ങനെ മസാലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമ്മുടെ പരിപ്പൊക്കെ കൊട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ മിക്സാക്കി ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും ചപ്പാത്തിയും റെഡി. നിമിഷ നേരം കൊണ്ട് പരിപാടികളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഒരു കട്ടനോട് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കിനേട്ടെ ഗുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരത്തെയാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. സാധാരണ നമ്മളൊരു 9 മണിയൊക്കെ ആവും. എൻ്റെ ബിഗ് ബോസ് തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇനി എന്ത് കണ്ട് കഴിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസൊക്കെ കണ്ടുകൊണ്ട് ഞാനിത് കഴിക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ ഹോട്ട്സ്റ്റാറിൽ ലൈവൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ എൻ്റർടൈൻമെൻറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോൾ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് നേരത്തെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. നാളെ രാവിലെ ഒരു യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡ് കഴിക്കുകയാണ്. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുത്തു വിട്ടാം. 2 പേരും കുട്ടുടുപ്പൊന്നും ഇടാതെ ഇങ്ങനെ നടക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 പേരും വീഡിയോയിൽ കാണിക്കാത്തത്. ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് തണുക്കാമെന്ന് പറഞ്ഞ് ഡ്രസ്സിൽ മഴ തോർന്ന് കഴിയുമ്പോഴത്തേക്കിനും ആവിയാകും. അപ്പോഴത്തേക്കിനും അത് പിള്ളേരെ കുഴപ്പമില്ല കേട്ടോ. പൊതുവേ മഴയാണെങ്കിലും മഴ തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു പുഴുങ്ങലാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അല്ലേ, അവർ ഡ്രസ്സൊന്നും ഇടണമെന്ന് നിർബന്ധമില്ലല്ലോ. പിന്നെ വീടിനകത്തും നമ്മളങ്ങനെ കഥയൊക്കെ അടച്ചിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ഡ്രസ്സൊന്നും ഇടാതെ അതിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരുടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ച്. സത്യം പറഞ്ഞാൽ ഏട്ടേ പറയായിരുന്നു കേട്ടോ, ഈ പരിപാടി കൊള്ളാം, ഇനി മുതൽ വൈകിട്ട് കാപ്പി മതി, വയറൊക്കെ ഒന്ന് കുറയും. അപ്പം ഞാനും ഓർത്ത് ഈ പരിപാടി ഇനി മുതൽ അങ്ങ് തുടർന്നാലോ, ഇനി മുതൽ വൈകിട്ട് കാപ്പി ആക്കിയാലോ എന്ന്. അതാകുമ്പോൾ അരിയിൽ ലാഭം കിട്ടി. രാവിലെയും വൈകിട്ടും കാപ്പിയാക്കാണ്. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഫുഡിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, അരി ആഹാരം. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ 2 പേരും ഫുഡൊക്കെ കഴിച്ച്. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തുകയും പിന്നെ കുഴയ്ക്കുകയൊക്കെ ചെയ്ത പാത്രം എല്ലാം കൂടെ മാറ്റി വെച്ചിട്ടോ. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതെല്ലാം കഴുകണം. പിന്നെ ദേഹമൊക്കെ അപ്പോഴത്തേക്കിനും നനയും. അപ്പം വൈകിട്ട് എന്തായാലും കുളിക്കാതെ കിടക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സാവകാശം പാത്രം കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് കാപ്പികുടിയല്ല, അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇന്ന് അധികം പാത്രങ്ങളില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ചോറും കറിയും വൈകിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണിയും തീരും. പാത്രമൊക്കെ കഴുകാനാണെങ്കിലും കുറച്ചേ കാണത്തുള്ളൂ. ആ ചട്ടി ഈ ചട്ടി, ആ കലം ഈ കലം എന്ന് പറഞ്ഞിട്ട് അധികം പാത്രങ്ങളൊന്നും കാണത്തില്ല കേട്ടോ. അപ്പം ഞാനതിന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മുടെ വയറൊക്കെ ഒന്ന് കുറയും. വൈകിട്ട് അരിയാഹാരമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് സമയം ലാഭിക്കാം. എല്ലാം നല്ലതാണ്, ഇങ്ങനെയൊക്കെ ഞാൻ പറയും. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ഇനി മുതൽ സ്ഥിരം വൈകിട്ട് കാപ്പി ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പം വിശപ്പിൻ്റെ ഒരു അസ്കിത കയറും. അപ്പോൾ എനിക്ക് ചോറ് തന്നെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഇങ്ങനെ പോട്ടെ. പിന്നെ എനിക്കും ഇന്ന് സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാപ്പിയൊക്കെ ആക്കിയത്. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ എന്നത്തെയും പോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ തുടച്ചതേ ഇല്ലായിരുന്നു. അതേ കോണൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയതാണ് കേട്ടോ വീട്ടിൽ. സത്യം പറഞ്ഞാൽ വൈകിട്ട് അടിക്കാനും തൂക്കാനും തുടയ്ക്കാനൊക്കെ കുറേ ഉണ്ട്. പക്ഷേ അതെല്ലാം ഇന്ന് ചെയ്തുകൊണ്ടിരുന്ന നാളത്തേന് എനിക്ക് ഒന്നിനും പറ്റാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറ്റുന്ന കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് ചെയ്ത് വെച്ച്. കിച്ചൺ എന്തായാലും ക്ലീൻ ആക്കാതെ പറ്റത്തില്ല കേട്ടോ. കാരണം രാവിലെ എണീറ്റ് വന്ന് ആദ്യം കാണുന്ന കിച്ചണിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ മോശമാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ പോവും. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി കൈക്കൽ തുണി കയ്യോടെ വൈകിട്ട് ഞാൻ കഴുകിയിട്ട് ആ ബർത്തയിൽ അങ്ങനെ വിരിച്ചിടും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കിനും ഉണങ്ങിയും കിടക്കും കേട്ടോ. അങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ആക്കി എല്ലാം അടുക്കി പറക്കി എല്ലാം വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ ഇതാ കിടന്നുറങ്ങി. അവർക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ കിടന്നുറങ്ങി.
പാത്രമൊക്കെ കഴുകിയപ്പോഴത്തേക്കിനും ദേഹമൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പോയി മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പല്ലൊക്കെ തേച്ച് വേഗം പോയി മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വെച്ചേക്കാം, രാത്രി കിടന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഇത് പോണക്ക് കണ്ണാടിയൊക്കെ നോക്കി വൃത്തിയായിട്ട് കെട്ടലൊന്നും പരിപാടിയില്ല കേട്ടോ. അങ്ങ് വാരി കെട്ടി ഒരു കുടുംബം അങ്ങ് കെട്ടും, എവിടെയെങ്കിലും അത് ശരിയും. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ വന്നിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഫേസിൽ കുറച്ച് റോസ് വാട്ടർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ ഒരു സെറം ഉണ്ട്, അതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുരുക്കൾ വന്ന പാടൊക്കെ കുറയും, സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും, കുരുക്കൾ വരാതിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അത് തേച്ച് ഇനിയിപ്പോൾ കിടന്നുറങ്ങാനുള്ള പരിപാടിയിലേക്കാണ്. നാളെ ഒരു യാത്രയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു.